ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു എഗ് മഞ്ചൂരിയൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ മുട്ട കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതേപോലെ മഞ്ചൂരിയൻ ഉണ്ടാക്കി കൊടുത്താൽ നമുക്കത് മനസ്സിലാവില്ല അത്ര പെട്ടെന്നൊന്നും ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. നല്ല ടേസ്റ്റുള്ള ഈ മഞ്ചൂരിയൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇതത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് താഴെ ഒരു തട്ട് വെച്ചിട്ട് അതിലേക്ക് ഈ പാത്രം, ഇതേ പാത്രം വേറെ പാത്രത്തിലേക്കൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്റ്റീലിൻ്റെ പാത്രം തന്നെ ആദ്യം എടുത്താൽ മതി. എന്നിട്ട് അത് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ മീതെ വെയിറ്റ് വെക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമുക്ക് സാധാരണ സ്റ്റീമറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ സാധാരണ അടുക്കിൽ വെള്ളം വെച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഈസി വെച്ചാൽ അത് ചെയ്യുക. ഇനി ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ഇടുക, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുക. അപ്പോൾ രണ്ടും കൂടി മൊത്തം 7 ടേബിൾ സ്പൂൺ കേട്ടോ. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. അപ്പോൾ ഞാൻ ഗ്രേവിയിൽ കുരുമുളക് പൊടി ചേർക്കുന്നില്ല, ഇതിൽ രണ്ടിലും ചേർത്ത കാരണം പിന്നെ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല കട്ടിയിലുള്ള ബാറ്റർ ആക്കണം, ലൂസ് ആവാൻ പാടില്ല. നല്ല തിക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ബാറ്റർ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ നല്ല കട്ടിയിലുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസി. ഇപ്പോൾ ഇതാ മുട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വേവിക്കുമ്പോൾ ഒന്ന് മുകളിലോട്ട് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, അതായത് ക്യൂബ്സ് ആക്കിയിട്ട് മാറ്റിയെടുക്കുക. ഇതിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് പൊട്ടിപ്പോയാലൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മൾ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇനി ഓരോന്നായിട്ട് എണ്ണയിലിടുക, ഒന്നിച്ചിടണ്ട. എന്നിട്ട് വറുത്ത് കോരി എടുക്കുക. ഇനിയിപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചാലും പ്രശ്നമൊന്നുമില്ല. വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കത് സെപ്പറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ എല്ലാത്തിൻ്റെ മീതും നന്നായിട്ട് ആ കോട്ടിങ് വേണം. ഇതിങ്ങനെ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സ്പഞ്ച് പോലെ ആയിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം ഇങ്ങനെ വറുത്തെടുക്കുക. ഒരു 2-3 തവണയായിട്ടാണ് ഞാൻ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ടുള്ളൂ, അത് കാരണം 2-3 തവണയായിട്ടാണ് ഞാൻ വറുത്തെടുത്തത്. ഇതിപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ സ്നാക്സിൻ്റെ ടൈമിലൊക്കെ ഇതുപോലെ കഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി മസാല ആഡ് ചെയ്തിട്ട് സ്നാക്സിന് വേണ്ടിയിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വറുത്ത ബാക്കിയുള്ള എണ്ണ തന്നെ ഇതിന് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി നമുക്ക് കറിയിൽ കിട്ടുകയും ചെയ്യും, പിന്നെ എണ്ണ വേസ്റ്റ് ആവില്ല. ഞാനിപ്പോൾ സാധാരണ റിഫൈൻഡ് ഓയിലാണ് കേട്ടോ അതിന് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഈ എഗ് പക്കോട ഉണ്ടാക്കുമ്പോൾ പിന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കണം, ലോ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞത്, അതും കൂടിയും ചേർത്തിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനൊന്ന് വഴറ്റുന്നു. ഇതൊന്നും ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു 3/4 ടീസ്പൂണ് അത് ചേർത്താൽ മതിയാവും. അങ്ങനെയാകുമ്പോൾ നമുക്ക് അരിഞ്ഞ് ബുദ്ധിമുട്ടണ്ട, നമ്മളുടെ ജോലി എളുപ്പം കഴിയും. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തതിന് ശേഷം ഒരു 2-3 പച്ചമുളക് നീളത്തിൽ കീറിയിട്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അതും കൂടി ഒന്ന് വഴറ്റുക. ഇത് ബ്രൗൺ ആവാൻ പാടില്ല കേട്ടോ, ഒന്നും അതിൻ്റെ ആ ഫ്ലേവർ എണ്ണയിലേക്ക് വരണം, അത്ര മാത്രമേ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാളയാണ് ചേർത്തിരിക്കുന്നത്. ഇതേപോലെ വലുതാക്കി അരിഞ്ഞിട്ടാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു വലിയ സവാള ഇതുപോലെ വലുതാക്കിയിട്ട് അരിയുക. മീഡിയം ആണെങ്കിൽ 2 സവാള എടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ.
ഇനി ഒരു ചെറിയ ക്യാപ്സിക്കം ഇതേപോലെ ക്യൂബാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടിയും ചേർക്കുക. അപ്പോൾ ഇതിൻ്റെ ഒന്നും കളറ് മാറരുത്, ക്യാപ്സിക്കത്തിൻ്റെ ഒന്നും കളറ് മാറരുത്. പിന്നെ നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ട് ഇരിക്കണം ക്യാപ്സിക്കം, ഒട്ടും സോഫ്റ്റ് ആവരുത്. അപ്പോൾ അതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. ഒരു അര മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെയൊക്കെ ചെയ്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർക്കുന്നത്. ഈ സോസ് എപ്പോഴും ചേർക്കുമ്പോൾ അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. നമുക്ക് ഇഷ്ടമുള്ള സോസ് കുറച്ച് കൂടുതൽ ചേർക്കാം, എപ്പോഴും അങ്ങനെയാണ് നല്ലത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസാണ്. പക്ഷേ ഇത് തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ഗ്രീൻ ചില്ലി അതായത് പച്ചമുളകൊക്കെ ചേർത്ത കാരണം ഇത് ചേർത്ത് കൊള്ളണമെന്നില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാരണം ഞാൻ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതെ ഞാൻ 1 ടീസ്പൂൺ വിനീഗർ കൂടി ഒഴിച്ചിട്ടുണ്ട്. സുർക്ക അത് 1 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ടേസ്റ്റ് നോക്കുക നമ്മൾ സോസൊക്കെ ചേർത്തതിൻ്റെ ശേഷം കേട്ടോ. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കണം. സോയാ സോസ് ചേർത്ത കാരണം ഉപ്പിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഞാനത് പിന്നീടാണ് ചേർത്തിരിക്കുന്നത്, നിങ്ങൾ ചേർക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ എടുക്കുക. അതൊരു 1/4 കപ്പ് വെള്ളം അല്ലെങ്കിൽ 1 കപ്പ് വരെ വെള്ളം എടുക്കാം. എന്നിട്ട് നന്നായിട്ട് കലക്കിയിട്ട് ഇതിൽ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഒഴിക്കാം. അപ്പോൾ ഞാനിത് ഡ്രൈ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഡ്രൈ ആകുമ്പോഴാണ് എനിക്കിത് കുറച്ച് കൂടുതൽ നന്നായിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ആ കോൺഫ്ലോറിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുമ്പോൾ നമ്മളിതിലേക്ക് മുട്ട പക്കോട ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലിങ്ങനെ എല്ലാം ആ സോസൊക്കെ ഇതിൻ്റെ മീതെ ഇങ്ങനെ പുരണ്ടിരിക്കുന്ന രൂപത്തിൽ മിക്സ് ചെയ്യണം. അപ്പോഴാണ് അതിന് ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ സോയാ മഞ്ചൂരിയനും അതുപോലെ തന്നെ ഗോബി മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കിയവർക്കൊക്കെ പെർഫെക്റ്റായിട്ട് കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തവർ അത് രണ്ടും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനിത് വിട്ടുപോയതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ സോസിൻ്റെ കൂടെ തന്നെ എല്ലാ സോസിൻ്റെയും കൂടെ തന്നെ ഇതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി കൂടുതൽ ചേർത്തോളൂ. അവസാനം കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയും വെതറി കൊടുക്കാവുന്നതാണ്. സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്തിട്ട്, ഇതിപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. സ്പ്രിംഗ് ഓണിയനും മല്ലിയിലും ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല, അല്ലാതെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കണ്ട. അപ്പോൾ അതാ നമ്മളുടെ എഗ് മഞ്ചൂരിയൻ റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ മഞ്ചൂരിയൻ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു.